ഇതിന്റെ ഞരമ്പ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഞരമ്പ് വെച്ചിട്ട് മുറിക്കണം. അതായത് ഇങ്ങനെ ഞരമ്പ് മുറിയാണ്ടല്ലേ? ഞരമ്പ് മുറിയരുത്. ഇതാ ഇങ്ങനെ ലീഫ് മുറിക്കുക. ഇതെങ്ങനെ മുറിക്കുക? വെള്ളത്തിലല്ല, ഇത് എല്ലാത്തിന്റെ അതായത് ഇങ്ങനെ ഈ ചിരീച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അത്ര മതി. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എറണാകുളം ജില്ലയിലെ ചേലാമറ്റത്തുള്ള തനുവ ചേച്ചിയുടെ ഹോം ഗാർഡനിലാണുള്ളത്. ചേച്ചിയുടെ കൂടുതലായിട്ട് ചെയ്യുന്ന ബിഗോണിയ ചെടികളാണ്. ഏതാണ്ട് 100 വെറൈറ്റി വരുന്ന ചേച്ചിയുടെ കളക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി പ്ലാന്റുകളൊക്കെ അറിയുന്ന രീതിയും അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ രീതിയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമസ്കാരം, എൻ്റെ പേര് തനുജ എന്നാണ്. ഞാൻ ഇവിടെ ചേലാമറ്റ, എറണാകുളം ജില്ലയിൽ ചേലാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്കൊരു ചെറിയ ഹോം ഗാർഡൻ ഉണ്ട്. നമ്മൾ ഈ ഒരു ഹോം ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര ആളുണ്ടോ? ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി. ഓക്കെ, നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്ന ലീഫ് പ്ലാന്റ്സ് ആണ്. ലീഫ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ബിഗോണിയ ആണ് ചേച്ചി മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്ന ഐറ്റം അല്ലേ? അതെ, ബിഗോണിയാണ്. ഓക്കെ, എത്ര വെറൈറ്റീസ് ഉണ്ടാവും ചേച്ചി നമുക്ക്? ഒരു 100 മേലെ ഉണ്ടാവും. വെറൈറ്റീസ് ഞാൻ എണ്ണിയിട്ടില്ല ഇതുവരെ. 100 മേലെ ഉണ്ടാവും. 100 മീതെ എന്തായാലും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് ഉണ്ട്. ചേച്ചി, അപ്പൊ നമുക്ക് ആ ഗാർഡനിലേക്ക് ഒന്ന് പ്രവേശിച്ചാൽ ചേച്ചിയുടെ? ആയിക്കോട്ടെ, അതിനെന്താ. തിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ ഹോം ഗാർഡൻ. ഇവിടെയാണ് എന്റെ ബിഗോണിയാസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടുതലായിട്ടും പിന്നെ റെക്സ് ബിഗോണിയാണ് ഉള്ളത്. കെയിൻ ബിഗോണി ഉണ്ട്, പിന്നെ ക്രീപ്പർ ഉണ്ട്. ക്രീപ്പർ ചെറുതായിട്ടുള്ളൂ, ഒരൊറ്റ തൈയുള്ളൂ. ബാക്കിയെല്ലാം ഞാനിത് കെയിൻ ബിഗോണിയും റെക്സ് ബിഗോണിയാണ് ചെയ്യുന്നത്, കൂടുതലായിട്ട് ചെയ്യുന്നത്. നമുക്ക് പുറത്ത് ആവശ്യക്കാർക്ക് കൊടുക്കാനുണ്ടാവും? ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അതെ, ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇല്ല, പുറത്തുനിന്ന് അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. വെറൈറ്റി വരുമ്പോ ഞാൻ വാങ്ങുന്നുണ്ട്. വളർത്തി പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകള് വിൽപ്പന നടത്തുന്നുണ്ട്. എന്താണ് ഈ ബിഗോണിയുടെ താല്പര്യം എന്നുള്ള കാര്യം? അത് എന്താ വെച്ചാല് ഇതിന്റെ ലീഫ് വെച്ചിട്ടുള്ള പ്രൊപ്പഗേഷൻ ആണ് എനിക്ക് താല്പര്യം. പിന്നെ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചൈനീസ് ബോൾസ് ഒക്കെ ആയിരുന്നു. അത് വലിയ ഇതായിട്ട് തോന്നിയില്ല. കെയർ കൂടുതൽ വേണം അതിന്. അത്ര കെയർ വേണ്ട. പിന്നെ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല, നമ്മൾക്ക് എവിടെയും പോകാനുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. മൺചട്ടിയിൽ വെക്കുന്നുണ്ട്. വലിയ കെയർ ആവശ്യമില്ല അല്ലേ? ഇല്ല, വലിയ കെയർ ഒന്നും ആവശ്യമില്ല. സാധാരണ ചെടികളിൽ നോക്കുന്ന അത്രയും കെയർ ഒന്നും വേണ്ട. നമ്മുടെ റോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ശരിക്കും കെയർ കുറച്ച് മതിയെന്ന്. പിന്നെ ഫംഗൽ ഒന്നും അങ്ങനെ വരാറില്ല, കുറവാണ്. ഫംഗലൊന്നും ഇല്ല. നമുക്ക് ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ ജസ്റ്റ് നോക്കിയാലോ? നോക്കാം. ഈ ബിഗോണിയയിൽ നിന്നാണ് ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത്. ഫ്രെഡാണ് ഇതിന്റെ പേര്. അതിൽ നിന്നാണ് ഞാൻ ഓരോന്നും തുടങ്ങിയത്. ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വളർച്ച. ഇതിപ്പോ ചേച്ചി ഇവിടെ കളക്ട് ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഇത് കളക്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 2 വർഷമാവാനായി. ഫസ്റ്റ് തന്നെ ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ അകത്ത് ലീഫ് എടുത്തിട്ടാണ് ഞാൻ നട്ടിട്ടാണ് മറ്റുള്ള എന്നിട്ട് അത് സെയിൽ ചെയ്തു. ഇത് സെയിൽ ചെയ്തിട്ടാണ് ഇതിന്റെ അകത്ത് കാശ് കിട്ടുന്ന അനുസരിച്ച് ഓരോ ചെടികളും ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത്. വരുമാനം. ഇത് എനിക്ക് എല്ലാത്തിന്റെ പേരറിയില്ല കേട്ടോ. അറിയുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പേരറിയില്ല. ഇത് ഇതിൽ തന്നെ പെട്ട ഒരു വെറൈറ്റി തന്നെയാണിത്. ഇതന്നെ അതുപോലെ തന്നെ. ഇതൊന്നും പേര് കേളിയല്ല. കേളി വെറൈറ്റി അല്ല അത്. സിൽവർ കയറി വന്നിട്ടുണ്ട്. ഗ്രീനില് സിൽവർ നടുക്ക് പിന്നെ ഡാർക്ക് ഗ്രീൻ വന്നത്. ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിന്റെ കൊടുത്തിട്ടുണ്ടല്ലേ പേര്? പേര് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ. ഇതിപ്പോ മിനിയേച്ചർ ടൈപ്പ് ആണോ? അല്ലല്ല, മിനിയേച്ചർ അല്ല, ചെറിയ തയ്യാണത്. ചോദിക്കാന്ന് വിചാരിച്ചു, എന്താ ഈ മൺചട്ടിയിൽ സെറ്റ് വെച്ചിരിക്കേണ്ട ഉദ്ദേശം? ഇത് മൺചട്ടിയിൽ വെച്ച എന്താ വെച്ചാൽ നമ്മളൊരു ദിവസം വെള്ളം ഒഴിച്ചില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. 1-2 ദിവസം വെള്ളം ഒഴിച്ചില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഇതിൽ കൂളിംഗ് ഉണ്ട്. നമ്മൾ നനച്ചിട്ട് ഇപ്പൊ എവിടെയും പോണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. അത് ചീത്തയായി പോവില്ല. ചെറിയൊരു നനവ് എപ്പോഴും ഉണ്ടാവും മൺചട്ടിയില. പ്ലാസ്റ്റിക് ചട്ടിയിൽ അങ്ങനെ ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്.
ഈ ബിഗോണിയ അതിന്റെ സൈഡിൽ കൂടെ ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. പിന്നെ അതിന്റെ ഉള്ളില് സിൽവർ കളറ്, നടുക്ക് ഡാർക്ക് ഗ്രീനും വരുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ. ഇത് ബാക്ക് വശവും കണ്ടില്ലേ, റെഡും ഗ്രീനും ആയിട്ട് വരുന്നത്. അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളരും. അതെ 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 അതെ. ഇതിന്റെ അന്ന് ലീഫൊക്കെ എടുത്തോണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഉണ്ട് എല്ലാത്തിന്റെ ഉണ്ട് തൈകളുണ്ട്. ഇതും അതുപോലെ തന്നെ ഇത് അതെ അതെ വെറൈറ്റി. ഇത് തൈയാണ് വളർന്നു വരുന്നുള്ളൂ. ഇത് സിൽവർ, ഗ്രീനില് സിൽവർ ഡാർക്ക് ഉള്ളിലായിട്ടുള്ളത്. നല്ലൊരു ആയിട്ട് വരും. പേരൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, പഠിച്ചു വരുന്നുള്ളൂ ഞാൻ. ഇത് മറ്റൊരു വെറൈറ്റി. ഇത് നല്ല രസമായിട്ടുള്ളത് കണ്ടില്ല, ഗ്രീന്, ഡാർക്ക് ഗ്രീന്, സിൽവർ ഒക്കെ ആയി വന്നിട്ട്. അതെ അതെ അതെ. ഇതിന്റെ ബാക്ക് വശം കണ്ടില്ല. ഇത് വെറൈറ്റി എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതും അതുപോലെ തന്നെ അല്ലേ? ഇത് അത് തന്നെ. ഇത് വേറൊരു തരം വെറൈറ്റിയാണ്. ഇത് ഇത്ര ആവുള്ളൂ? വലുതാവും. ഇത് വേറൊരു വെറൈറ്റിയാണ്, എയ്റ്റോസ എന്ന് പറയുന്നത്. ഇതും വളർന്നു വരുന്നുള്ളൂ? അതെ, വളർന്നു വരുന്നുള്ളൂ. കോട്ടോബുക്കി. ഇതിന് പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? കോട്ടോബുക്കി. നമുക്ക് കറക്റ്റ് ആയിട്ടൊക്കെ അറിയാവോ ഇതിന്റെ പേരൊക്കെ? കുറച്ചൊക്കെ അറിയാം. നമ്മളെ പേരെന്തോ? ദേവപ്രിയ. എത്രയാ പഠിക്കുന്നേ? 3ല്. ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? നല്ല ഇഷ്ടമാണ്. ഇവളെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് നല്ല സിൽവർ വെറൈറ്റി. സിൽവർ ഉള്ളില് കണ്ടില്ലേ? പക്ഷെ നമ്മളിവിടെ ആണ് ഇത് ലൈറ്റ് കളറായി വരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് നല്ല ഡാർക്ക്നെസ് ഉണ്ടാവും. റെഡ് കയറി വരും. കാലാവസ്ഥ അതെ അതെ അതെ. തണുപ്പുള്ള സ്ഥലത്ത് നല്ല കളർ വരും അത്. പിന്നെ ഇതേപോലെ തന്നെ ഗ്രീൻ വെറൈറ്റി ആണ്. ഇത് വേറൊരു ഗ്രീൻ വെറൈറ്റി. ഇതൊരു വെൽവെറ്റ് ഷെയ്ഡിങ് വരുന്ന പോലെ ഗ്ലൈസിംഗ് ഉണ്ട്. ഇതില് ഇടക്ക് പച്ച വന്നിട്ടുണ്ട്, അതിന്റെ നടുക്ക് ഡാർക്ക് ഗ്രീൻ വന്നിട്ടുണ്ട്, പിന്നെ സിൽവറും വന്നിട്ടുണ്ട്. പേരറിയില്ല. ഇത് പുതിയൊരു വെറൈറ്റി ആണ് കേട്ടോ. കളക്ട് ചെയ്തിട്ടുള്ളൂ? കളക്ട് ചെയ്തിട്ടുള്ളൂ. തൈകളൊക്കെ ഇപ്പം ഒരുവിധമൊക്കെ കളക്ട് ചെയ്ത് വരുന്നുള്ളൂ. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് വെൽവെറ്റ് മോഡലാണ്. കണ്ടോ, മിനിയേച്ചറാണ്. നല്ല ഗ്ലേസിംഗ് ഉണ്ട്. മിനിയേച്ചറാണ്. മിനിയേച്ചറാണ്. ഇത് പുതിയ വെറൈറ്റിയാണ്. പേരറിയില്ല. ഇത് പുതിയ വെറൈറ്റി. ഇത് നല്ല കട്ടിയുണ്ട്. ഇതിന്റെ ബാക്ക് വശം കണ്ടില്ലേ, നല്ല ബുഷായിട്ട് വരും. ഇത് പുതിയ വെറൈറ്റിയാണ് കേട്ടോ. പുതിയ വെറൈറ്റി ആണല്ലേ? അത് പുതിയ വെറൈറ്റി. ചേച്ചി ഇപ്പൊ കളക്ട് ചെയ്തിട്ടുള്ളൂ? കളക്ട് ചെയ്തിട്ടുള്ളൂ. ചേച്ചി മാർക്കറ്റിൽ നമുക്ക് എന്ത് റേറ്റിലാണ് നമ്മള് ചേച്ചി കളക്ട് ചെയ്യുന്ന? ഞാന് 150 രൂപ മുതല് പിന്നെ മേലോട്ടാണ്. വെറൈറ്റി അനുസരിച്ച് റേറ്റ് കൂടും. ചേച്ചി കൊടുക്കുന്നത് 150 മുതലാണ്? 150 മുതലാണ്. ഇത് റക്സ് ബിഗോണിയയിൽ പെട്ടതാണ് കേട്ടോ. ഡാർക്കും സിൽവർ. സിൽവർ വെറൈറ്റി ഒരുപാടുണ്ടെന്നോ? സിൽവർ കൂടുതലുണ്ട്. ഇത് കെയിനാണ് കേട്ടോ. ബിഗോണിയയിൽ പെട്ടതാണ്. ഇത് വേറൊരു സിൽവർ തന്നെ. ഇതിന്റെയൊക്കെ ലീഫിന് വ്യത്യാസമുണ്ട്. ഇത് കേളി, ചെറിയതായിട്ട് കേളി മോഡലാണ്. ഇത് കണ്ടില്ലേ, കേളി ടൈപ്പ്. അതെ കേളി ടൈപ്പാണ്. ഇത് അതുപോലെ തന്നെ റെഡ്, നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഇത് ശരിക്കും റെഡ് ആയിട്ടാണ് വരുന്നത്. റെഡിഷ് കയറി വരും. നമ്മളിവിടെ ആയതുകൊണ്ടാണ് ഈ കളറായി പോണത്. ഇതൊക്കെ ഇപ്പൊ വന്ന വെറൈറ്റികളാണ്. പുതിയതാ. ഇതിന്റെ തൈകൾ ആയിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇതില്ല. ഇതൊന്നും തൈകളായിട്ടില്ല. ഇതൊന്നും ആയിട്ടില്ല. മറ്റുള്ള വലിയതിന്റെ ഒക്കെ തൈകളുണ്ട് ഇവിടെ. ഇതും അതേപോലെ ഒരു വെൽവെറ്റ് ഫിനിഷിംഗ് വരുന്നത്. ഇത് അയേൺ എന്തോ ആണ് ഇതിന് പറയുന്നത്. സോലിമോ ടാറ്റാണ്, അങ്ങനെ എന്താണ്. ഇത് മിനിയേച്ചറാണ് കേട്ടോ. വലിയ വളർച്ച ഉണ്ടാവില്ല. മിനിയേച്ചറാ. ഇത് വേറൊരു ടൈപ്പ്. നമ്മൾ കണ്ടിരുന്നാണോ ആദ്യം? ഇല്ല, ഇത് കണ്ടിട്ടില്ല. ബിഗോണിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ എല്ലാ രണ്ടിന്റെയും സെയിം ആയിരിക്കും, വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ. എന്താ ഫെർട്ടിലൈസർ എന്താ ഉപയോഗിക്കുന്നത്? ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് ഈ പ്രോഗ്രോജി എന്ന് പറഞ്ഞ പ്രോഗ്രോജി. ഇത് 1 കിലോന് 200 രൂപ വരും. 200 രൂപ. ഇത്
പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കളറാണ് ഇതാണ് സാധനം. ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്ന വെള്ളത്തിലല്ല, ഇത് എല്ലാത്തിന്റെ അതായത് ഇങ്ങനെ ഈ ചിരീച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതിന്റെ അത്ര കൊടുത്താൽ മതി അല്ലേ? അത്ര മതി. ചെറിയൊരു അളവിൽ കൊടുത്താൽ മതി. ഇത് ശരിക്കും രാസവളമല്ലേ ഇത്? അല്ല, രാസമല്ല, ഇത് ജൈവവളത്തിൽ പെട്ട തന്നെ. ജൈവവളത്തിൽ പെട്ടതാണല്ലേ? ഈ ഒരു കളറാണല്ലേ ഈ കളറ്. അല്ലാണ്ട് ചേച്ചി വേറെ വല്ല വളം ചെയ്യുന്നുണ്ടോ? വേറെ വെള്ളം ഒന്നും ചെയ്യുന്നില്ല. പിന്നെ മാസത്തില് ഒരിക്കല് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ സാഫ് ഒഴിക്കുന്നുണ്ട്. സാഫ് ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ. ചേച്ചിക്ക് ഈ ഒരു ഇപ്പൊ 2 വർഷമായിട്ട് ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നില്ല, എന്തെങ്കിലും നഷ്ടസാധ്യത എന്തെങ്കിലും പറയാം? അങ്ങനെ നഷ്ടമൊന്നും വന്നിട്ടില്ല. ഈ പിന്നെ ബിഗോണിയ ചെയ്തിട്ട് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ ഇതിന്റെ ലീഫ് വെച്ചിട്ട് തന്നെയല്ലേ നമ്മള് ചെയ്യുന്നത്. അതെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ നഷ്ടമൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോ ഒരു ചെടി വാങ്ങിച്ചാലും അതിൽ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ള വിശ്വാസമുണ്ട്. ഉണ്ട്. അതുകൊണ്ട് ഇതുവരെ ചേച്ചിക്ക് നഷ്ടസാധ്യത ഒന്നുമില്ല. ഇത് മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു തരം ബിഗോണിയാണ്. മെറി ക്രിസ്മസ്. ഇതിന്റെ സൈഡിൽ കൂടെ മെറൂൺ കളറും ഉള്ളിൽ ഇങ്ങനെ വൈറ്റ് സിൽവർ കളറാ ഡോട്ട്. ഗ്രീനിന്റെ മേലെ സിൽവർ കളർ ഡോട്ട് വരുന്നുണ്ട്. പിന്നെ അത് ഒരു വെൽവെറ്റ് മാതിരി ഇരിക്കുന്നത്. ഫിനിഷിംഗ് ആണ്. ഇതിപ്പം അതിന്റെ അത് കൂടാതെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നാരായിട്ട് ഇതിലുണ്ട്, സ്റ്റമ്പിലുണ്ട്. ഇതൊരു 2-3 മാസം ആവുന്നുള്ളൂ. ചെറിയ തൈയായിരുന്നു. ഈ എന്താ ഫ്രോഗോജി ഇടുന്നോണ്ട് പെട്ടെന്ന് വളർച്ച വരും. അതെ, നല്ല റിസൾട്ട് ആണ്. ഇതൊക്കെ പുതിയ ടൈപ്പാണ് കേട്ടോ, പുതിയ വെറൈറ്റി. അതെ. ഇത് സിൽവർ ക്യൂ എന്ന് പറയും. ഇതൊക്കെ ഇറങ്ങി വരുന്നുള്ളൂ തോന്നുന്നു. ഇതിപ്പോ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇത് ചെറിയ തയ്യായിരുന്നു. ഇത് ചുറ്റും ഇങ്ങനെ കണ്ടോ, നല്ല ഗ്രീന് കളറ്, സിൽവർ, നടുക്ക് ഗ്രീന് ഉള്ളതാ. പിന്നെ ഇതാ ഇത് അതുപോലെ തന്നെ നല്ല വെറൈറ്റിയാണ്. അല്ല, അത് വ്യത്യാസമുണ്ട്. ഇത് അവിടെ ഇതും അതുപോലെ തന്നെ കണ്ടില്ല, ഗ്രീന് വരുന്ന, അതിന്റെ ഉള്ളില് സിൽവർ ഡോട്ടാണ് കേട്ടോ. അത് ഉണ്ട്, ഒരു തിളക്കം കിട്ടുന്നുണ്ട്. നടുക്ക് ഗ്രീനാണ്. ഇത് മിനിയേച്ചർ അല്ല കേട്ടോ, വലുതാവും. ഇത് തയ്യാണ്. അതാ, ഇത് കേളി ടൈപ്പാണ് കേട്ടോ. ഇത് കേളി ടൈപ്പാണ്. വരുന്നുള്ളൂ തൈകളാ. ഇത് വേറൊരു കേളി ടൈപ്പാണ്. കേളി ടൈപ്പാണ്. ഇതിപ്പോ ഒരു 2-3 ആഴ്ച ആയിട്ടുള്ളൂ. 3 ആഴ്ച അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു അല്പം വലിയ തയ്യായിരുന്നു. ഇത് വേറൊരു വെറൈറ്റി. ഇത് സംഭവം കൊള്ളാലോ ശരിക്കും. അതെ, ഗ്രീനില് ഇല്ല, ഇത് കണ്ടിട്ടില്ല. വ്യത്യാസമുണ്ട്. ഇലകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഇത് ബിഗോണിയയിൽ പെട്ട തന്നെയാണ്. പിന്നെ അതൊരു പുതിയ വെറൈറ്റി വെൽവെറ്റ്. അതൊക്കെ തൈകളാണ്. അത് വേറൊരു വെറൈറ്റി. നേരത്തെ കണ്ടതിന്റെ മേലെ തന്നെ പെട്ട തന്നെയാണെന്നാ തോന്നുന്നു. ഗ്രീൻ കൂടുതലാണ്. മെറൂൺ ആണ് ഉള്ളിൽ. പിന്നെതാ ഇത് എനിക്ക് തോന്നുന്നു മിനിയേച്ചർ ടൈപ്പ് അല്ലേ? ഉള്ളിലല്ല ഡാർക്ക് കളർ വരുന്നുണ്ട്. ഇത് ബുഷായിട്ട് വരും. ഇത് പുതിയൊരു വെറൈറ്റി. ഇത് പിടിച്ചു കിട്ടാൻ നല്ല പാടാണ്. അത് ആരുടെ ഇല്ല. മണ്ണിന്റെ പ്രശ്നം കൊണ്ട് ഈ പറഞ്ഞ പോലെ ബിഗോണിക്ക് വളർച്ചയ്ക്ക് ബാധിക്കുന്ന കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുക? ഞാന് പിന്നെ മണ്ണ് ഇറക്കിയിട്ട് അതിന്റെ കൂടെ മണലാണ് കൂടുതലായിട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഉമിക്കരിയില്ലേ, അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നടുന്നത്. ഈ പോട്ടി മിക്സിന്റെ ഒരു അനുപാതം പറയാവോ? മണ്ണ് പിന്നെ 3 തുല്യ അളവിൽ തന്നെ എടുക്കും. മണ്ണ് അരിച്ചെടുക്കാണ്. മണ്ണ് അരിച്ചെടുത്ത് തരിയോട് കൂടിയിട്ടാണല്ലോ മണ്ണ്. അതിന്റെ കൂടെ മണല് മിക്സ് ചെയ്ത് കരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉമിക്കരി.
എനിക്ക് തോന്നുന്നത് വെള്ളത്തിന്റെ അംശം കുറയ്ക്കാനും അതേപോലെ അതെ അതെ നീരൊഴിച്ച ഇതിന് ഒരുപാട് വെള്ളം തങ്ങി നിൽക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് അല്ലെ? ചീച്ചിൽ വരും വേരിന്. ചീച്ചിലിന് വരും. എനിക്ക് തോന്നുന്നു ഉമിക്കരി ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു ഫംഗലിനെ ഒരു പരിധി വരെ അത് പ്രതിരോധിക്കുന്നു. അതെ 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 ഉമിക്കരി ഇടുമ്പോ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ ഫെർട്ടിലൈസർ നമ്മൾ ആദ്യം പറഞ്ഞു അത് അത്രേ ഉള്ളൂ ചെയ്യുന്നത്. പിന്നെ മാസത്തിൽ ഒരിക്കല് സാഫ് കലക്കി 1 ലിറ്റർ വെള്ളത്തില് 1 സ്പൂണോളം സാഫ് കലക്കി കടക്കിലൊക്കെ ഒഴിച്ചു എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് അതെ അത് പോയിക്കോളും. അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഇത് വേറൊരു ടൈപ്പാണ്. നേരത്തെ കാണിച്ച മെറൂണ് കേറി വന്നതാണ്. ഇതില് ഡാർക്കാണ്, ഡാർക്ക് ഗ്രീനും പിന്നെ സിൽവറും ഉള്ളില് ഡാർക്ക് ഗ്രീൻ ആയിട്ടാ. ഇത് പിന്നെ വേറൊരു വെറൈറ്റി ഇതാണ് ഞാൻ പറഞ്ഞ. ഇത് തണുപ്പുള്ള സ്ഥലത്ത് ഇതിന്റെ കളർ റെഡിഷ് കേറി വരും. നമുക്ക് ഇവിടെ സിൽവറും ഈ കളറും ഒക്കെ വരുന്നത്. പിങ്ക് ലൈറ്റ് പിങ്ക്, അത് ഡാർക്ക് പിങ്ക് ആയിട്ട് വരും. അതെ അതെ മേരി ക്രിസ്മസിന്റെ തൈയാണത്. ഇത് ഇതിന്റെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഇത് ലൈറ്റ്, അത് ഡാർക്കാണ്, ഇത് ലൈറ്റ് ആയിട്ട് വരും, ലൈറ്റ് ഗ്രീൻ. അത് ഡാർക്ക് ഗ്രീന്, ഇത് ലൈറ്റ് ഗ്രീൻ. പിന്നെ ഇത് ടൈഗർ, ഇത് മിനിയേച്ചറാണ് കേട്ടോ, മിനിയേച്ചറാണ്. ലീഫ് വെൽവെറ്റ് മാതിരി ഇരിക്കുന്നില്ലേ, നല്ലത് ബുഷായിട്ട് വരും. ടൈഗർ ഇത്ര വലുതാവുള്ളൂ. അതെ 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 അതെ. ഇത് സിൽവർ കളറൊക്കെ വരുന്നു. ഇത് സിൽവർ ആണ്. ഇത് എന്താ പേര്? പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു വെറൈറ്റി. ഇത് വെൽവെറ്റ് തന്നെ. വെൽവെറ്റ് ആണ്, തൊട്ട് നോക്കി അതുപോലെ തന്നെ. അത് മിനിയേച്ചർ ആണോ? ആ മിനിയേച്ചർ ആണ്. അത്ര വലുതാവും. ഇത് വേറൊരു ഐറ്റം. ഇതിന്റെ അത് തന്നെ നല്ല രസമായിട്ടിരിക്കുന്നില്ലേ. ഇത് ഇച്ചിരി ഒരണ്ട് മുള്ളു മാതിരി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ഇത് നമ്മളെ അടുത്തൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഒരുപാട് പേരെടുത്ത് ഈ ഐറ്റം ഒക്കെ ഉണ്ട്. ഈ ഫയർ വർക്ക് ആണ് ഇല്ലാത്തത്. ഇത് ഇച്ചിരി പാടാണ് പിടിച്ചു വരണമെങ്കിൽ. കാലാവസ്ഥ ഒരു പ്രത്യേക സംഭവമാണല്ലേ. അതെ 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 അതെ. ഇത് തൈകളാണ് കേട്ടോ, മൊത്തം ഒറ്റ തൈകളാ കൊടുക്കാനുള്ളത്. അതൊക്കെ ഇത് ഇതൊക്കെ ഓരോ വെറൈറ്റീസ് ഇവിടെ ചെയ്തത് അവിടെ ചെയ്തത് അതൊക്കെ എല്ലാം ഇവിടെ ചെയ്തതന്നെ. പ്രൊപ്പഗേഷനെ കുറിച്ചൊന്ന് പറയാം. ഈ ലീഫ് എടുത്തിട്ട് ചിലവര് ഇത് ഇങ്ങനെ കുമ്പിള് കുത്തിയിട്ട് ജിസി ബാഗിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മാക്സിമം എത്ര തൈ കിട്ടും? ഇത് വെക്കുമ്പോ ഒരു 2-3 തൈ കിട്ടുമായിരിക്കും. അത്രേ ഉള്ളൂ കിട്ടുക. അല്ലാതെ ഈ ഇതിന്റെ ഈ ഇതില്ലേ തണ്ട് മുറിച്ച് കളയുക ചരിച്ചിട്ട്, എന്നിട്ട് അത് ഇത് ഇങ്ങനെ ഇങ്ങനെ കുത്തി വെക്കുക. ഇങ്ങനെ കുത്തി വെക്കുമ്പോ അതേമാതിരി തന്നെ 2-3 തൈ, എല്ലാവരും 4 തയ്യേ കിട്ടുള്ളൂ മാക്സിമം. എല്ലാം ഇതിന്റെ ഞരമ്പ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഞരമ്പ് വെച്ചിട്ട് മുറിക്കണം. അതായത് ഇങ്ങനെ ഞരമ്പ് മുറിയരുത്. ഇങ്ങനെ ലീഫ് മുറിക്കുക, ഇതെങ്ങനെ മുറിക്കുക, ഇതെങ്ങനെ മുറിക്കുക, ഇങ്ങനെ മുറിച്ചിട്ട് ഇത് എടുക്കുക. ഇങ്ങനെ ഇതിങ്ങനെ എടുക്കുക, കീറി എടുക്കുക. ഇതെങ്ങനെ കീറി എടുക്കുക. ഇതിങ്ങനെ കീറി എടുത്തിട്ട് ഇത് ഓരോ ചട്ടിയിലും ഇങ്ങനെ കുത്തി കൊടുക്കാം. സിമ്പിളാണ്. അപ്പൊ ഇതിന്റെ അന്ന് 2-3 തൈ കിട്ടുന്നതിന് പകരം 5-6 തൈ കിട്ടും നമുക്ക്. ഇല്ല, ഒരെണ്ണത്തിൽ നിന്ന് ഓരോന്നേ കിട്ടുള്ളൂ. 1-2 തൈ. ആ ഞരമ്പ് അനുസരിച്ചിട്ടാണ് വേര് പിടിക്കുന്നത്. ഈ ഞരമ്പിൽ നിന്നാണ് വേര് പിടിക്കുന്നത്. അപ്പൊ നമ്മളത് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പൊ അതിപ്പോ 5 തൈ കിട്ടൂലേ. തൈ കൂടുതൽ കിട്ടാനായിട്ട് മെത്തേഡ് നല്ലതാ. ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ലീഫിന് എത്ര തൈ? 5 തൈ. 5 കൂടി വന്നാൽ 5 ആരോഗ്യമുള്ള തൈ ആയിരിക്കും. നല്ല ബുഷായിട്ട് വരും ചെയ്യത്. ഇതുവരെ അങ്ങനെ ഞാൻ ചെയ്തത്. പിന്നെ ഇത് ലീഫ് തന്നെ ഇത് അങ്ങനെ ചെയ്തതാണിത്. ഒരു ഇതിന്റെ തന്നെ അതൊക്കെ പിടിച്ചു വന്നിരിക്കുന്നതാ. അങ്ങനെ കുത്തി. പ്രൊപ്പഗേഷൻ ഏരിയ ആണ്. അതെ 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 അതെ. ഇവിടെയാണ് ചെയ്യുന്നത്.
ഇതിപ്പോ നമ്മൾ ഈ ഫസ്റ്റ് ടൈം ഈ സാധനം മുളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ രീതിയിൽ നമ്മൾ ഇല നട്ടിട്ട് മുളച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അതെന്ന് ഇതായത് ഈ ചട്ടിന്ന് ഇപ്പൊ ഇത് ഇങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഈ ഇതിന്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതെങ്ങനെ എടുക്കും. ഓക്കെ. ഇങ്ങനെ വേരോട് കൂടിയിട്ട് കൊണ്ട് എടുക്കും. ഓക്കെ. എന്നിട്ട് ഇതൊരു ചട്ടിയിലേക്ക് നടും. ചെറിയ ചട്ടിയിലേക്ക്? ചെറിയ ചട്ടിയിലേക്ക് കുറച്ചും കൂടി നന്നായിട്ട് വേരോടാൻ പറ്റിയ ഒരു ചട്ടിയിലേക്ക് നടും. ഓക്കെ. ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ചും കൂടി വളർച്ച കഴിക്കുമ്പോൾ നമ്മള് വലിയ ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് നടും. ഇതാണ് ഇതിന്റെ ഒരു രീതി അല്ലേ? രീതി ഇതാണ്. ഇത് കേളി ടൈപ്പില് പെട്ടതാണ് കേട്ടോ. കേളി ടൈപ്പ് അത് കണ്ടില്ല, നല്ല ബുഷായിട്ട് ഭയങ്കര ഹെൽത്തിയാണ്. അതുകൂടാതെ വലിയ ഇലയാണ് കേട്ടോ. അല്ലല്ല ആ ടൈപ്പ് അല്ല. ലീഫിന് വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിന്റെ അകത്തുള്ള കളറ് കണ്ടില്ലേ? ഡാർക്ക് ഗ്രീന് തെമ്പത്ത്, പിന്നെ ലൈറ്റ് ഗ്രീന്, പിന്നെ സിൽവർ, പിന്നെ ഉള്ളില് ഡാർക്ക് ഷെയ്ഡ് അല്ലേ? അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. പിന്നെ വേറൊരു കേളി ടൈപ്പാണ് കേട്ടത്. ഈ കാണുന്നല്ലേ? ഇത് നമുക്ക് നോക്കുമ്പോ പ്രത്യേകിച്ച് അതിന്റെ അകത്തുള്ള പാറ്റേൺ കണ്ടില്ലേ? അതിന്റെ വ്യത്യാസം, എല്ലാത്തിനും പാറ്റേൺ വ്യത്യാസം. വൈറ്റ് ഷെയ്ഡ് കുറവാണ്, ഡാർക്ക്നെസ് ആണ് കൂടുതൽ. അതായത് ലൈറ്റ് കളറും ഡാർക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാ. ഇത് വേറെ ടൈപ്പാണ്. ഇത് മിനിയേച്ചറിൽ പെട്ടതാണ്. ഇത് തന്നെ ഏകദേശം പാറ്റേൺ സെയിം ആണ്. വ്യത്യാസമുണ്ട്, ലീഫിന് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നോ? അത് നേരത്തെ കണ്ടതാ, അപ്പുറം കണ്ടതാ. ഇത് ഹരിയാന ജയ എന്ന് പറഞ്ഞ. അതെ. അതിന്റെ ലീഫ് കണ്ടില്ലേ? അതിന്റെ ലീഫ് വ്യത്യാസമുണ്ട്. എല്ലാത്തിന്റെ ലീഫിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കേളി ടൈപ്പാണ്. സിൽവർ ആണ്. പിന്നെ ഇത് അതുപോലെ തന്നെ അതേമാതിരി തന്നെയാണ്, പക്ഷെ കേളി ടൈപ്പ് അല്ല. അതിന്റെ ലീഫിൽ വ്യത്യാസം. ഇത് വേറെ ഒരു കേളി ടൈപ്പ്, ചെറുതായിട്ട് കേളിയായിട്ട് വരുന്നുള്ളൂ. ഇതും കേളി ടൈപ്പാണ്. കേളിയാണ്. ഇത് ഒരേ ഫാമിലിയിൽ പെട്ടതാണ് ഈ 4 എണ്ണം. ഏറ്റവും കൂടുതൽ സിൽവർ വെറൈറ്റീസ് സിൽവർ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് കൂടുതൽ. ഇതിന്റെ ഇലകളുള്ള വ്യത്യാസം കണ്ടില്ലേ? ഇലകള് വ്യത്യാസമാണ്. ഇതൊക്കെ ഒരേ ഫാമിലി പെട്ടതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതെ. ഇത് അതുപോലെ തന്നെ വെറൈറ്റി ആണ് കേട്ടോ. ലീഫ് വലുതുമാണ്. അതിന്റെ ലീഫിന്റെ ഷേപ്പ് കണ്ടില്ല? വ്യത്യാസമുണ്ട്. പണ്ടത്തെ 20 പൈസയുടെ. അതും കൂടാതെ കേളിയായിട്ട് വരുന്നുണ്ട്. കേളിയായിട്ടുള്ളത് ചെറുതായിട്ട്. ഇത് വേറൊരു ഗ്രീൻ. ഇതിന്റെ ലീഫ് അതുപോലെ വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ലീഫ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മള് നേരത്തെ അവിടെ കണ്ടതാണ്. ഇതൊക്കെ ലീഫ് വ്യത്യാസമുണ്ട്. ഇത് വേറൊരു ടൈപ്പാണ്, കേളി ടൈപ്പ് തന്നെ. നല്ല രസം, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നിറയെ ബുഷായിട്ട് വരും. ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ബ്ലാക്ക് മാമ്പ. കേളി ടൈപ്പ് ആണ്, ബ്ലാക്ക് ആണ്. നല്ല ഭംഗിയില്ലേ? നല്ല വെൽവെറ്റ് പോലെ ആയിട്ട് ഒരു വെറൈറ്റി. ഇതിപ്പോ പുതിയ ഇറങ്ങിയതാട്ടോ. ഇതിപ്പോ പുതിയതാണ്. ഇതിപ്പം ഒരാഴ്ച ആയിട്ടുള്ളത്. അത് പെട്ട കഴിഞ്ഞാൽ ഇത് നമ്മള് നേരത്തെ അവിടെ കാണിച്ചതാണ്. ഇതും അതിൽ പെട്ടത് തന്നെയാണ്. പിന്നെ വേറെ വെറൈറ്റി എന്ന് പറയാൻ പിന്നെ ഇതാണ്. നല്ല കട്ടിയുണ്ട്. ഇത് പിന്നെ കേളി മോഡലാണ്. പിന്നെ ഇത് കാബേജ് ഞാൻ ഇത്ര നേരം നോക്കിയിട്ട് കാണാത്തൊരു സംഭവമാണ് കാബേജ്. പിന്നെ ഇതിന്റെ വേറൊരു ടൈപ്പ് കണ്ടില്ല? ഇതൊക്കെ പുതിയത് ഇപ്പൊ എനിക്ക് കിട്ടിയത്. അതൊക്കെ മിനിയേച്ചർ. അതൊക്കെ ഈ 2 സൈഡിലുള്ള ചെടികളാണ് നമ്മള് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. സെയിലിനുള്ള തൈകൾ. അത് മുഴുവൻ എല്ലാം ഉണ്ട്. ഇപ്പൊ വന്നപ്പോ ഒരാഴ്ച കൊണ്ട് വന്നതിന്റെ ഒന്നുമില്ല, അല്ലാത്തതെല്ലാം ഉണ്ട്. എല്ലാ വെറൈറ്റീസും നമ്മൾ മുമ്പ് കണ്ടതെല്ലാം ഉണ്ടല്ലേ? ചിലതൊന്നും ഇല്ല എന്നുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. എല്ലാ വെറൈറ്റീസും ഉണ്ട്.
ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര 150 സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് വെറൈറ്റി അനുസരിച്ചിട്ട് റേറ്റ് കൂടും. റേറ്റ് വ്യത്യാസം ചെറുതായിട്ട് വ്യത്യാസം വരും. കൂടുതലും ഓൺലൈനാണോ സെയിലുള്ള? ഇവിടെ വന്നിട്ട് ആരും അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഓൺലൈനാണ് ചെയ്യുന്നത്. കൂടുതൽ ഓൺലൈനാണ് ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെ നമ്മൾ ഈ 150 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം അത് എങ്ങനത്തെ വലിയ പോട്ടിലാണോ അതെയോ? വലിയ ജിഫി ബാഗിലാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇതിനൊരു 5 ഇലയെങ്കിലും വന്നിട്ട് കൊടുക്കുക. അത് ചെറിയ തൈയാണ്. അതെ, ഈ ഒരു കണ്ടീഷനിൽ ഒരു 5-6 ഇല വന്നിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. അത് 150 രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വെറൈറ്റി അനുസരിച്ച് ചാർജ് കൂടും. പിന്നെ കൊടുക്കുന്നത് ഈ പോട്ടിലാണ്, ഇങ്ങനത്തെ പോട്ടില്. ഇതിന്റെ ബ്ലാക്ക് പോട്ട് അതിന്റെ അകത്താണ് വെച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഈ കൊറിയറിൽ പോകുന്ന ഡാമേജ് ആയിട്ടോ? ഇല്ല, ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല. കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര സേഫ് ആയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് തൈന്റെ 2 സൈഡിലും പഞ്ഞി വെച്ചിട്ട്, ചുറ്റും പഞ്ഞി വെച്ചിട്ട് മുകളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ട് പിന്നെ മേലെ കാർഡ്ബോർഡ് ബോക്സില്ലേ അത് വെച്ച് സെറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അതായത് വേരിന് ഒരു കാരണവശാലും കേട് വരാതെ കൊടുത്തയക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ തനുവ ചേച്ചി ചെടികളെ കെയർ ചെയ്യുന്ന രീതിയും ചേച്ചി പ്ലാന്റുകളെ എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോയുമായി നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.